ഹായ് ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ പെരുന്നാളൊക്കെ ആയിട്ട് എല്ലാവരും നല്ല അടിച്ചുപൊളിച്ചൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതെ, ഞങ്ങളിതാ ഇവിടെ ഇപ്പം ആ ഒരു പെരുന്നാൾ വൈബിൽ ഇങ്ങനെ നിൽക്കുകയാണ്. വാപ്പി പള്ളിയിൽ പോയേക്കാട്ടോ ഇപ്പോൾ. പള്ളിയിൽ പോയിട്ട് കുറച്ച് നേരമായി. ഇപ്പം നമസ്കാരമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പൊക്കോണ്ടിരിക്കുകയാണ്. സൗണ്ടൊക്കെ കേൾക്കുന്നു വണ്ടിയുടെയൊക്കെ. അപ്പോൾ ഇന്ന് എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ ഒരു പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ല, എങ്ങനെയാണ് ഇന്നത്തെ പെരുന്നാൾ ദിവസം പോകുന്നതെന്നൊന്നും. അപ്പോൾ ഇനി വാപ്പി വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എന്താണെന്ന് നോക്കാം. എനിക്കറിയത്തില്ല എന്താ പരിപാടി എന്നൊന്നും അറിയത്തില്ല. നിങ്ങളുടെ അവിടെ എന്താണ് പരിപാടി, എന്തായിരുന്നു വിശേഷങ്ങൾ എന്നൊക്കെ ഉള്ളത് എന്തായാലും ഇപ്പം തന്നെ കമൻറ്റ് ഇടുക. അപ്പോൾ എന്താ പറയുക, അപ്പോൾ നമുക്ക് അടുക്കളയിലോട്ട് പോവാം. നമുക്ക് അവിടെയാണ് എന്തെങ്കിലൊക്കെയോ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കണം. പിന്നെ 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 ഒന്നും ഇല്ല ഗൈസ്, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ പെരുന്നാളൊക്കെ ആയിട്ട് മെഹന്തി ഇട്ടില്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളൊരു ഇത് വന്നതുകൊണ്ട് ഇന്നലെ രാത്രി ഇത് കാണാവോ, ഇന്നലെ ഇട്ടതേ ഉള്ളൂ. ജസ്റ്റ് ഇങ്ങനെയൊക്കെ തട്ടമൊക്കെ പിടിച്ചിടുമ്പം ഇങ്ങനെ കാണാനായിട്ട് മെഹന്തി ജസ്റ്റ് ഇട്ടിട്ടുണ്ട്. കുഴപ്പമില്ല, പെട്ടെന്ന് ഇട്ടതാ, നല്ല ഭംഗിയില്ലേ. അപ്പൊ നമുക്കിനി അടുക്കളയിലോട്ട് പോവാം. സീന സീന നീ ഒന്നാം നമ്പർ. ഫ്രഷ് ആയിട്ടാണ് നമ്മൾ പെരുന്നാൾ ദിവസം രാവിലെ അരിപ്പത്തിരി. പുതിയ നൈറ്റി ഒക്കെ ഇട്ട് പെരുന്നാളൊക്കെ ആയിട്ട് പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ടാട്ടോ എന്റെ കൊച്ച് അടുക്കളയിലേക്ക് കയറിയേക്കുന്നത്. കൊള്ളാം, വാവായിട്ടുണ്ട്. ആവാലോടെ ആവാലോ. അപ്പൊ നമ്മളിനി ഈദ് മുബാറക്. അപ്പൊ നമ്മളിനി അരിപ്പത്തിരിയൊക്കെ. കറി എന്തോ അമ്മ? ചിക്കൻ കറി. ഉച്ചക്ക് എന്തോ അമ്മ? ചിക്കൻ മതി. നമുക്ക് 2 ദിവസം കഴിഞ്ഞ ഈ വീട്ടിലെ ഫ്രിഡ്ജില് ഫുള്ള് ബീഫായിരിക്കും. അപ്പൊ ഇപ്പൊ ചിക്കൻ ഹൈറും. അവിടെ ഗൈസ് ചിക്കൻ കറി കണ്ടോ. ഇനിയിപ്പോൾ ഈ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസത്തേക്ക് എല്ലാവരുടെയും വീട്ടിലെ ഫ്രിഡ്ജുകളിൽ എന്താ ബീഫ് അത് കാണുമല്ലേ. എല്ലാവർക്കും അങ്ങനെ, നമ്മളും വെയിറ്റിംഗാ. ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റിംഗാ. ബീഫ് എന്തായാലും കാണും. അപ്പം അതെങ്ങനെയാണല്ലോ, അങ്ങനെ വേണമല്ലോ. അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. പാപ്പി വന്നോ? ചരണ്ട് ഞാൻ അമ്മച്ചി ചെയ്യുമ്മ. പെരുന്നാളൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടില്ലേ. അപ്പൊ തേങ്ങ ഞാൻ അമ്മച്ചി ചെയ്യേ. ഇപ്പൊ എന്തായാലും ഇൻസ്റ്റയിലോട്ട് കയറിയ കുറെ ചെറുക്കന്മാരുടെ ഫോട്ടോ കാണാം അല്ലേ. അയ്യോ, അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നമ്മുടെ ഇവിടുത്തെ ആണെങ്കിലും വാപ്പി അതിൽ കാണും ഒരു ഗ്രൂപ്പ് ഫോട്ടോയില്. പള്ളിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് എല്ലാരും ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാറുണ്ടല്ലോ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതാ. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഇവിടെ ജുനു ആണെങ്കിലും ഇവിടുത്തെ ഇക്കാമാരും എല്ലാരും കൂടെ ഒരു ഫോട്ടോ എടുക്കും. എന്നിട്ട് ഒരു പാട്ട് തന്നെ ആയിരിക്കും എല്ലാത്തിന്റെ സ്റ്റോറിയില്. അത് ഇങ്ങനെ പല സ്ഥലങ്ങളിലുള്ള പള്ളിയിൽ നിന്ന് ഇങ്ങനെ കൂടിയിട്ടുള്ളവരുടെ ഒരു ഫോട്ടോ നമുക്ക് കാണാൻ പറ്റും. ഞാൻ അതാ ഉദ്ദേശിച്ചത്. പിന്നെ ഇന്ന് എനിക്ക് സ്റ്റോറി ഇടാൻ ഫോട്ടോ ഇല്ല, ഈദ് മുബാറക് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒന്നും എടുത്തില്ല. ഞാൻ എപ്പോഴും എടുത്ത് വെക്കുന്നതാ. ഇല്ല അമ്മച്ചി ചെയ്യുമ്പോ നമുക്ക് ഇവിടെ അധികം നേരം ഇങ്ങനെ നിക്കണ്ട, കാരണം നമുക്ക് പണികൾ വരും. അത് കൊള്ളാം, നല്ല രസമുണ്ട്. കഴിക്കാം. നല്ല അരിപ്പത്രിയും തേങ്ങാപ്പാലും ചിക്കൻ കറിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതങ്ങോട്ട് കഴിക്കാം. സെറ്റ് ഗൈസ്, അടിപൊളി. തുടക്കം തന്നെ ഉഷാറ്, അടിപൊളി. അങ്ങനെ എപ്പോഴത്തേയും പോലെ വാപ്പി പള്ളിയിൽ നിന്ന് വന്നിട്ട് ഇതേ ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. സ്ഥിരമാട്ടോ ഈ പെരുന്നാളൊക്കെ ആകുമ്പോൾ അരിപ്പത്രിയും ചിക്കൻ കറി അങ്ങനെ തേങ്ങാപ്പാലൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സമയം ഒരു 11 മണിയൊക്കെ ആവാൻ പോവാണ്. അപ്പോൾ ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ ഹാമ്പർ ചെയ്യാനുണ്ട്, എൻഗേജ്മെൻറ്റ് ഹാമ്പർ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതിന്ന് വൈകിട്ടെങ്ങാണ്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ചെയ്ത് ഇത് മാറ്റി വെക്കണം. അപ്പോൾ നമ്മൾ TV ഒക്കെ ഇട്ട് വല്ലതൊക്കെ കഴിച്ച് ഇങ്ങനെ ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നല്ലൊരു സിനിമ എന്തെങ്കിലും ഇടണം, എന്നിട്ട് അത് കണ്ടുകൊണ്ട് ഇത് ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് സമയം പോകും. ഇതപ്പോൾ ഒരു മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. എന്നിട്ട് ഉച്ച അടുക്കളയിൽ ബിരിയാണി വെക്കുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ട്. അങ്ങോട്ടൊന്നും പോയി നോക്കാൻ പറ്റുന്നില്ല. ഇത് ചെയ്ത് തീർത്തിട്ട് പോവാൻ. ഞാനിപ്പോൾ ഇവിടെ ബോറടിക്കാതിരിക്കാൻ ചിപ്സ് ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബോറടിക്കും. അപ്പോൾ ഞാനിത് ചെയ്യട്ടെ TV കണ്ടുകൊണ്ട്.
അപ്പോൾ ഫസ്റ്റ് തന്നെ ഇത് ഏതൊക്കെ അളവിനാണ് എടുക്കേണ്ടതെന്നുള്ളതെല്ലാം മെഷർമെൻ്റൊക്കെ എടുത്ത് ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ടാട്ടോ ഇതെല്ലാം കൂടെ ഞാൻ യോജിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ഇരുന്നും നടന്നും കഴിച്ചും എന്താ പറയുക, കുറച്ച് നേരം നല്ല പാടാണ്. ഒരു 1.5 മണിക്കൂർ നമ്മൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടിരിക്കുന്നതിൻ്റെ പാടൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഞാൻ മാത്രമല്ല, വാപ്പി പറഞ്ഞു വിട്ടിട്ടുണ്ട് ഫ്ലവേഴ്സൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ എനിക്ക് മാത്രമല്ല ഇവിടെ പണി, ഞങ്ങൾക്ക് 3 പേർക്ക് 3 പേർ അവരവരുടേതായ പണികളൊക്കെ വാങ്ങിച്ച് തന്നിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് 1 മണിക്കൂർ, നമ്മൾ 11 മണിക്ക് തുടങ്ങിയ ഹാമ്പർ പരിപാടിയാണ്. ഇപ്പം കറക്റ്റ് 12 മണിയാവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ കൊണ്ട് ഹാമ്പറൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. സെറ്റ് ചെയ്തില്ല, ജസ്റ്റ് അതെല്ലാം ചെയ്തെടുത്തതേ ഉള്ളൂ. അപ്പോൾ നല്ല ചോക്ലേറ്റ് ഹാമ്പർ 2 എണ്ണം, പിന്നെ ചെപ്പൽ ഹാമ്പറിന് വേണ്ടിയിട്ടുള്ളത്, ഇത് പിന്നെ ഡ്രസ്സ് വെക്കാൻ വേണ്ടിയിട്ടുള്ളത് കുറച്ചുകൂടി വലുതായിട്ടുള്ളത്. ഇത് ഇത്രയായിട്ട് നമ്മൾ ചെയ്തത്. ഇനി ചോക്ലേറ്റും ഇതെല്ലാം വെച്ചൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. പിന്നെ വൈകിട്ട് വന്നിട്ടേ ഫ്ലവേഴ്സൊക്കെ ചെയ്യത്തുള്ളൂ. വാപ്പി ടൗണിൽ പോയേക്കുക ഫ്ലവേഴ്സും അതുപോലെ തന്നെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ 1 മണിക്കൂർ അങ്ങനെ പോയി കിട്ടി. അപ്പോൾ ഏകദേശം തീരുമാനമായി. ഇവിടെ ഇരുന്ന് സമാധിയായിട്ട് കുറച്ച് നേരമായി. ഇനി എണ്ണീക്കണം, നല്ല നടുവേദനയുണ്ട്. നോക്കട്ടെ, ഇനി എന്താ 12 മണിയായി. ഇനി 1 മണിക്കൂറും കൂടി കഴിഞ്ഞിട്ട് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ കൊല്ലം വരെ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല വെയിലൊക്കെയാണ്. നമ്മൾ മഴയാണെങ്കിൽ എങ്ങും ഇറങ്ങുന്നില്ല എന്ന് വിചാരിച്ചാൽ അപ്പം നല്ല വെയിലൊക്കെ കാണുന്നുണ്ട്, നല്ലൊരു ക്ലൈമറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങാമെന്ന് പ്ലാൻ ചെയ്തേക്കുക. അതുപോലെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഇനി ഇതിന് എന്തെങ്കിലും ചെയ്യണോ വേണ്ടായോ എന്നൊക്കെ ഉള്ളത്, മീൻസ് ഇതുപോലെ ഇങ്ങനെ പിടിക്കാനായിട്ട് ഈ ഒരു ചോക്ലേറ്റ് ഹാമ്പറിൽ ചെയ്യണോ എന്നൊന്ന് ചോദിക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, വേറെ ഒന്നുമില്ല. പെരുന്നാളായിട്ട് എന്തുവാ, പെരുന്നാളായിട്ട് നമുക്ക് വേറെ പ്രത്യേകിച്ച് ഇങ്ങനെ പെരുന്നാൾ എന്നും പറഞ്ഞിട്ടുള്ളൊരിതില്ല. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പണികൾ കാണും അതങ്ങനെ. 1:15 ആയപ്പോഴത്തേക്കും നല്ല ചൂട് ചിക്കൻ ബിരിയാണിയും സലാഡും പപ്പടവും ഒക്കെ കൂട്ടി നല്ലതുപോലെ കഴിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ അതും. പക്ഷേ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പോകാനുള്ള കാര്യമൊക്കെ മറന്നിട്ട് ഞങ്ങൾ 3 പേരും നല്ലപോലെ കിടന്നങ്ങ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഞങ്ങൾ ഓർത്തത് കൊല്ലം പോകണ്ടേ എന്നുള്ളത്. എന്തായാലും കുറച്ച് നേരം ആ ബിരിയാണി കഴിച്ചതിൻ്റെ ക്ഷീണമൊന്ന് ജസ്റ്റ് മാറ്റിയിട്ട് നമ്മൾ എണ്ണീറ്റ് റെഡിയായി പോവാണ് ഗൈസ്. അങ്ങനെ ഉറക്കമൊക്കെ എണ്ണീറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട്, കണ്ടാൽ പറയും ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റ് റെഡിയായിട്ട് നിൽക്കുകയാണെന്ന്. ഇതാട്ടോ എൻ്റെ പെരുന്നാൾ ഔട്ട്ഫിറ്റ്. ഞാൻ പെട്ടെന്നൊന്ന് ഓടിച്ച് കാണിക്കാം. ലേറ്റ് ആയിട്ടുണ്ട്, നമുക്കിനി കൊല്ലം വരെ പോകണം. ഉമ്മച്ചി ഇങ്ങോട്ട് വന്നേ, ഇതുവഴി നോക്കിയേ, ഈ കണ്ണാടി നോക്കിയാൽ മതി. ഉമ്മച്ചി റെഡി ആയിട്ടുണ്ട്, വാപ്പ റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ദാണ്ടെ പ്രിറ്റി ലൈക്ക് ബേബി അതുപോലെ ആയിട്ടുണ്ട്. എനിക്ക് എന്നെ കാണാൻ കൊള്ളാൻ തോന്നുന്നുണ്ട്. എനിക്കപ്പോൾ ചെറുതായിട്ട് ഷോളിൻ്റെ കാര്യത്തിൽ ഒരു പണി കിട്ടി. ഞാൻ ഈ ഒരു പിങ്ക് കളറാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഷോളെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറെ ഒന്നും എടുത്തില്ല. പക്ഷെ ഇത് രണ്ടും മാച്ച് ആവുന്നില്ല. അപ്പം ഞാൻ ഇതിട്ട് ഇതിലപ്പോൾ ഒരു കുറച്ച് ഗോൾഡൻ പ്രിന്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഷോൾ ഇടാന്ന് വിചാരിക്കുന്നു. എനിക്കറിയത്തില്ല എങ്ങനെയുണ്ട് എന്നൊന്നും, പക്ഷേ കുഴപ്പമില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് റെഡിയായി ഇറങ്ങിയതും കൊല്ലത്തെത്തിയതും ഒന്നും ഞാൻ പ്രത്യേകിച്ച് നല്ല രീതിക്ക് എടുത്തിട്ടില്ലായിരുന്നു, കാരണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മൾ ആശ്രമ മൈതാനത്തിൻ്റെ അവിടെ വെച്ചിട്ട് ചായ കുടിക്കാമെന്ന് കരുതി. ഫസ്റ്റ് അവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു, അതിൽ കുറച്ച് നേരം ആടി എല്ലാവരുമായിട്ട് എവിടെയൊക്കെ പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ അവിടെ കുറച്ച് നേരം ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ നിന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ളത് അഡ്വഞ്ചർ പാർക്കിലോട്ട് പോകാനാണ്. അതാകുമ്പോൾ നല്ലതല്ലേ, കുറച്ച് റീൽസും അതൊക്കെ എടുക്കാനൊക്കെ പ്ലാനായിട്ടാണ് നമ്മളവിടെ പോയത്. പക്ഷേ അവിടെ നമുക്ക് കയറാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മരം വീണ് അങ്ങനെ എന്തൊക്കെയോ ബ്ലോക്കായിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. സംഭവം മരം വീണ് നമ്മുടെ പ്ലാൻ ചെറുതായിട്ട് മുടങ്ങിയിരിക്കുകയാണ്. കുഴപ്പമില്ല, കൊല്ലത്താണോ വേറെ സ്ഥലം ഇല്ലാത്തത് പറയൂ ഗൈസ്. മരം വീണ് എന്തോ ബ്ലോക്ക് ആയിട്ടിരിക്കാന്നൊക്കെ പറയുന്നു. ഇത്രയും പേര് വന്നതാ. അങ്ങനെ അവിടെ നിന്ന് എന്തായാലും നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് തങ്കശ്ശേരി ലൈറ്റ് ഹൗസിൻ്റെ അവിടേക്കാട്ടോ. ഞാൻ അവിടെയും അങ്ങനെ പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ വരുന്നേ. ബാ, നീ വന്നിട്ടുണ്ടോ? ഓ ലൈറ്റ് ഹൗസ് നമുക്കറിയത്തില്ല, നമ്മളെ കൊണ്ടുവന്നു. കൊള്ളാം, നല്ല രസമുണ്ട് അല്ലേ? ഉമ്മച്ചിയുടെ ഐഫോണിൽ വീഡിയോ എടുക്കുന്നു. ഇങ്ങനെ ഇല്ലായിരുന്നോ? ഇങ്ങനെ നല്ലതായിട്ട് തീരുമാനമൊന്നും ഇല്ലായിരുന്നോ? അങ്ങനെ ഞങ്ങളൊരു 13 പേര് അവിടെ ചെന്നതിൻ്റെ എല്ലാവിധ ബഹളങ്ങളും ഉണ്ടായിരുന്നു. നമ്മുടെ മെയിൻ പ്ലാൻ എന്ന് വെച്ചാൽ ഒരു റീൽ എടുക്കാനാണ്. ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടുമ്പം ഒരു ഡാൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും റീൽസ് എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരെണ്ണം പ്ലാൻ ചെയ്തിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് കാല് ഇതല്ലേ ഇങ്ങനെ 1 2 എക്സസൈസ് പോലെ ഉള്ളതാ. അതിനൊക്കെ ഒരു ചെറിയ മൂവ്മെന്റ്സ് കൊടുക്കാൻ എളുപ്പമായിരിക്കും. Okay. 1 2 3
ഒരു 15 സെക്കൻഡ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു 15 സെക്കൻഡ് വീഡിയോ എടുക്കാനായിട്ട് 1.5 മണിക്കൂറാണ് കളഞ്ഞത്. അത് കുഴപ്പമില്ല, റെഡി ആയിട്ടുണ്ട്. ടേക്ക് എടുത്താലും നമ്മൾ നല്ലപോലെ എടുത്തിട്ടുണ്ട്. ഇത്രയും വന്ന കോലമാണോ ഇത്? എന്തായാലും ഒരു 1.5 മണിക്കൂർ ഒരു 15 സെക്കൻഡിൻ്റെ ഡാൻസ് റീൽ എടുക്കാൻ വേണ്ടി അവിടെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ലതായിരുന്നു കേട്ടോ. കുറേ നേരം ബഹളവും വെച്ച് ഡാൻസും കളിച്ച് ടേക്കൊക്കെ എടുത്തപ്പോഴത്തേക്ക് നല്ല രസമായിരുന്നു. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു, അവരായിട്ട് ഫോട്ടോ എടുത്തു, സംസാരിച്ചു. പിന്നെ ഇവിടെ എല്ലാവരും അവിടുത്തെ ഫുൾ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കയറി നിൽക്കുമായിരുന്നു. വെറുതെ അവിടെ പോയി ഇരുന്നതേ ഓർമ്മയുള്ളൂ. നല്ല രീതിക്ക് ഇത്തിരി ഉപ്പുവെള്ളവും കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. അവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ വന്ന് തിരയടിച്ച് ഇങ്ങനെ വെള്ളമൊക്കെ വീണു. എന്തായാലും അവിടെ നിന്ന് എന്തായാലും ഒരു സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്കും ലൈറ്റ് ഹൗസിൻ്റെ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് കറങ്ങിയിട്ട് ഇറങ്ങി നേരെ കൊല്ലം ബീച്ചിലോട്ടാണ് പോയത്. വൻ തിരക്കെന്ന് വെച്ചാൽ അത്രയ്ക്ക് തിരക്കായിരുന്നു. എങ്കിലും നമ്മൾ അവിടെ ഒരു സ്ഥലത്തോട്ട് എന്തായാലും സീറ്റ് പിടിച്ചു. ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ കരുതി. നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 2 ഐസ്ക്രീം ഒക്കെ കഴിച്ച് പിന്നെ ഈ ഒരു കടലയുണ്ടല്ലോ, ഈ സംഭവം അത് എപ്പോൾ ബീച്ചിൽ വന്നാലും ഞാനിങ്ങനെ കഴിക്കാറുണ്ട്. അങ്ങനെ അത് സോസൊക്കെ കൂട്ടി കഴിച്ചിട്ട് നമ്മൾ ഗെയിം കളിക്കും. ഉറക്കമുണർത്തുമെന്നച്ഛനെയാണെനിക്കിഷ്ടം, ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെന്നച്ഛനെയാണെനിക്കിഷ്ടം. ഈ വാടിതൻ തൂവലുണ്ടോ ഉള്ളിൽ ആമോദത്തിരകൾ നുള്ളുമ്പോൾ മൗനം പാടുന്നു. ബോയ്സ് ടീം പോരാട്ടോ. കായോ നീ വീശരുതിപ്പോൾ കാരേ. ആര് പാടി? ആരോമൽ തോണിയിലെന്റെ ജീവന്റെ ജീവനിരിപ്പു. മതി, ഇത്രയും അതിനായക ജയ ഹേ ഭാരത ഭാഗ്യം. എന്നെ എങ്ങനെ മനസ്സിലായെന്നറിയാവോ? എന്റെ ബാക്ക് കണ്ടിട്ട് ഞാൻ കണ്ടുപിടിച്ചു. നിങ്ങളല്ലേ പറഞ്ഞ ഇരുട്ട് തന്നെ കണ്ടുപിടിക്കത്തില്ല. ഞാൻ പെരുന്നാൾ വ്ലോഗിൽ എന്തായാലും കാണാൻ നാളെ എടുത്തുള്ളൂ. ഓക്കെ, നമ്മളുടെ അങ്ങനെ ബീച്ചിൽ വട്ടം കൂടി ഇരുന്ന് എല്ലാവരും ഗെയിംസും പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഫുഡ് കഴിക്കാനുള്ള ടൈം ആയപ്പോഴത്തേക്കും നമ്മൾ റാഹത്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ പക്ഷേ നല്ല തിരക്കായിരുന്നു കേട്ടോ. പെരുന്നാൾ ദിവസവും കൂടി ആയതുകൊണ്ട് നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വാപ്പി ഇവിടെ പൂക്കിയാവാൻ വേണ്ടി ഞാൻ പഠിപ്പിക്കുകയാണ്. അങ്ങനെ എന്തായാലും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മന്തിയായിരുന്നു, ഇപ്പോഴത്തെയും പോലെ തന്നെ. പിന്നെ അൽഫാമും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാവരും കൂടെ കഴിച്ച് ലാസ്റ്റ് എനിക്ക് അവിടെ നിന്ന് ഉറക്കവും വരാൻ ഒരു ഉറക്കം വരില്ല. നമ്മളെന്താ അവരെല്ലാവരോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങാമെന്ന് പ്ലാൻ ചെയ്തു. കാരണം ഇതിന് തിരിച്ചൊരു 1.5 മണിക്കൂർ എത്തണം വീട്ടിലോട്ട് പോകാനായിട്ട്. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞു. അപ്പോൾ ഗൈസ്, ഇത്രേ ഉള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു പെരുന്നാൾ വിശേഷമൊക്കെ. എന്തായാലും അടിച്ചു പൊളിച്ച് നല്ല രസമുണ്ടായിരുന്നു. നല്ലതല്ലായിരുന്നോ? നമ്മൾ ഫസ്റ്റ് ഇവിടെ വന്നത് സ്ഥലത്തെത്തിയ എന്താണേലും നല്ലൊരു ഫുഡൊക്കെ കഴിച്ചു. എന്തായാലും അടിപൊളിയായിരുന്നു. ഞാൻ ഇരുട്ടിലാണെന്നറിയാം, ഇപ്പോൾ ഒരു വെട്ടം വരും. എന്തായാലും വീട്ടിൽ പോകാൻ പോവാണ്. ഇനി ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ആകുമ്പോൾ വീട്ടിലെത്തും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.